അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകാം കേട്ടോ. ആ സന്തോഷം നിങ്ങൾ പോയി കണ്ടോണ്ടിരിക്കുന്നത് സന്തോഷിക്കാലോ, നമുക്കല്ലേ കുഴപ്പം. ഇതേപോലെ സന്തോഷം ചെറുപ്പത്തിൽ ഞമ്മക്കും ഉണ്ടായി. പെരുന്നാളാവുന്നു, ഡ്രസ്സ് വാങ്ങുന്നു, വാപ്പ പൈസ കൊടുക്കുന്നു. ഓ എന്തൊരു സുഖം. നീയെങ്കിലും കുടിച്ച് സന്തോഷിക്കും. അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട്, ഫുൾ ടാങ്ക് അല്ല, 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് നേരെ നമ്മൾ ടൗണിലേക്ക് പരിപാടി കുറച്ചുകൂടി കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കസിനും കൂടി കൂടി. ഇവള് പറഞ്ഞത് ഇവൾക്ക് നല്ല സെലക്ഷൻ ഒക്കെ അറിയാം കേട്ടോ. ഇവർക്ക് അറിയില്ലല്ലോ സെലക്ഷനിലല്ല ബില്ലിലാണ് കാര്യം. ചിരി കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം, ഇത് നമ്മളെ കയ്യിൽ നിൽക്കൂല. നമ്മളെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട്. ഒരു 200-300 വില വരുന്നതൊക്കെ ഒരു 1000-1200 ആക്കി കൂട്ടിയിടണം. അതൊരു സെക്ഷനാക്കി മാറ്റി വെച്ചാൽ വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു പിഷ്കനാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇതിനാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാ. ഏത് പണ്ടിന്റെ വാപ്പി ഇതേപോലൊക്കെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യായിരുന്നു. അന്ന് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാലത്തെ തപ്പലിനോട് നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഇട്ട് നോക്കാൻ പോയതാട്ടോ സൈബ. ഇതൊക്കെ ഇട്ടിട്ട് സൈബ ഒരു കുറെ ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയാൽ ഒരുപാട് കമന്റ് അടി കേൾക്കേണ്ടി വരും. ഒരുപാട് സഞ്ചിലിട്ടതാണ്, ഇത് എന്ത് സാധനമാണ്, ഒരുപാട് സഞ്ചിലിട്ട പോലെ ഉണ്ടെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റർടൈൻ ചെയ്യാൻ എന്റെ കയ്യിലൊരു സാധനം ഉണ്ട്. അവസാനം ബില്ല് വന്നപ്പോ എന്റെ കിളി അങ്ങോട്ട് ഇതുകൊണ്ട് അടുപ്പിലിട്ട് ബില്ല